PDC ആണല്ലോ അല്ലേ? PDC കാലഘട്ടമാണല്ലോ. അന്നത്തെ ഒരു കോളേജ് ജീവിതം ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് നമുക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റി കൂട്ടുകൂടിയപ്പോൾ. ഏറ്റവും ആദ്യം ഓടിയ ഓർമ്മ എന്തായിരിക്കും അന്നത്തെ കോളേജിലെ ജീവിതത്തിൽ? അന്നത്തെ കോളേജ് ലൈഫിലോ? അന്നത്തെ കോളേജ് ലൈഫിൽ ഓരോ ദിവസവും ഓരോ കഥകളും ഓരോ കാഴ്ചകളും അല്ലേ. പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനൊരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പറഞ്ഞ് ഞങ്ങളുടെ 10th ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അന്ന് സിസ്റ്റർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് വന്നു. അതിന് മുൻപ് പാസ് ഔട്ടായി പോയ ചേച്ചിയുടെ കോളേജ് ഫോട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു ചേച്ചിയുടെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കൈയിട്ടിട്ടാണ് ഒരു പയ്യൻ നിപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു, ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ആകരുത്. അങ്ങനെ പടച്ചു വിട്ടതാണ് എന്നെയൊക്കെ. ഞാനാണ് കോളേജിലേക്ക് പോകാൻ പോണത്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഉണ്ടാവില്ലേ. എന്നിട്ട് ആദ്യത്തെ 2-3 ദിവസം അമ്മച്ചിനെ കൊണ്ടാ പോയത്. പിന്നെ അമ്മച്ചി ആ പരിസരത്തോട്ട് വരണ്ടാന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ കോളേജ് ഇങ്ങനെ 2 കൈയും വിരിച്ച് വാ മക്കളെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചേട്ടന്മാരോട് തോന്നുന്ന ഒരു ക്രഷ്. മറ്റേ ഒരു SFIയിൽ ഒരു ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ദിവസം ആ ചേട്ടൻ ഇന്ന് എന്ത് ഷർട്ടായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലെ ചേട്ടൻ വന്നു. ഞങ്ങൾ 4 കൂടി ഓടാനൊരു വഴിയില്ല. ക്യാൻറ്റീൻ്റെ ഉള്ളിലോട്ട് ഓടിക്കയറി അവിടെ നിന്ന് ഞങ്ങൾ 4നെയും ഇങ്ങനെ കൈ പിടിച്ച് അവിടെ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. അങ്ങനെ ഒരുപാട് എന്താ. അതുപോലെ ഞാൻ അലച്ചും കെട്ടി വീണിട്ടുണ്ട്. വായി നോക്കി ഇങ്ങനെ കാര്യങ്ങൾ മൊത്തം അതായത് എവിടെ തുടങ്ങിയാലും ചെന്ന് നിർത്തുന്നത് അല്ല. അതൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യനല്ലേ. അത് തെറ്റാണോ? അതെങ്ങനെ തെറ്റാണോ? പിന്നെ നിങ്ങളെന്താ ഒരുമാതിരി നിങ്ങൾക്ക് ഇതും വേണം, നിങ്ങൾ എന്നെ ആക്കുകയും ചെയ്യുന്നു. എന്റെ കൂടെ നിൽക്കുക. അപ്പൊ അങ്ങനെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സവ തിമിർപ്പുള്ള കാലഘട്ടമായിരുന്നു. അന്ന് അതിന്റെ വാല്യൂ മനസ്സിലായില്ല. SFI ചേട്ടനെ പിന്നെ കണ്ടിട്ടുണ്ടോ? അന്നത്തെ എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഹായ് ഹൂ എന്നുള്ള ബന്ധമല്ലേ. എല്ലാവരുമായിട്ടും ഇൻ ടച്ച്. നമ്മളിങ്ങനെ ക്ലാസ് കെട്ടിയാവുന്ന ഏറ്റവും നമുക്ക് ഉത്സാഹം. എന്തൊരു രസമല്ലേ. ക്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ദിവസം അതൊരു പ്രത്യേകതയായിരുന്നു. ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ട് കൂടി പോവാന്ന് വെച്ചാൽ ഏത് ഗ്രൂപ്പായിരുന്നു? അപ്പൊ നിങ്ങക്ക് ഇച്ചിരി പഠിക്കാനില്ല. ഞാൻ 3rd ഗ്രൂപ്പായിരുന്നു. ക്ലാസ്സിലേ കയറില്ല. ഫസ്റ്റ് ഇയറിലൊന്നും. ഞങ്ങള് കുറച്ചുപേര് ഈ CBSE സിലബസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് വന്നവരുണ്ട്. CBSE സിലബസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 9ലും 10ലും തന്നെ +1 +2 ഈ പ്രീ ഡിഗ്രിക്ക് ബാച്ച്. അപ്പൊ നമുക്കൊരു റിഫ്രഷ്മെന്റ് മാത്രം മതി. എക്സാം ചെയ്യാനൊന്ന് റിഫ്രഷ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ പഠിച്ച സാധനം തന്നെ. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു കൂട്ടിക്കൂടാ. ഞങ്ങൾ ഏറ്റവും BBC അതിന് 2 എക്സ്പ്ലെയിൻ. ഒന്ന് ബാക്ക് ബെഞ്ച് കോർണർ എന്നുണ്ട്, ബ്ലൂ ബോയ്സ് കോർണർ. ഇത് ഞങ്ങൾ പോയിട്ട് സെന്റ് മൈക്കിൾസ് കോളേജിൽ ഒരു മരമുണ്ട്. ഈ മരത്തേല ഞങ്ങൾ കയറി അവിടെ ഇരുന്നിട്ട് മിക്കവരും SFIക്കാരാണ്. ഞങ്ങളെല്ലാരും ഒരു കണ്ടീഷൻ ഉണ്ട്, ആർക്കും പ്രണയം പാടില്ല. എനിക്കാണ് ഈ പ്രണയം ഇല്ലാണ്ട് പറ്റത്തില്ല. പാർട്ടി വിടാൻ തീരുമാനിച്ചു. നമ്മൾ അമെന്റ് ചെയ്തു, പ്രണയമാകാം, പക്ഷെ അത് പബ്ലിസൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിനെ കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ തീർപ്പാക്കി എടുത്തത്. അതല്ലേ. ഈ നിങ്ങൾക്കും അങ്ങനെ നല്ല പ്രണയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇരിപ്പ് കാണുമ്പോ തന്നെ അറിയാം. ഇത് എന്ത് പ്രണയമാണ് ഒന്നുള്ളത്. അത് ആ ഫ്രണ്ട്ഷിപ്പിന്റെ അവിടെയും പ്രണയിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മളെ ബിനു പപ്പുവാണ് റാഫി മദരി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ചെയ്തിരിക്കുന്നത്. എന്റെ കഥാപാത്രത്തിന് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആരെങ്കിലും പ്രണയിക്കുമോ തോന്നുന്നുണ്ട്? തുടരും സിനിമ കണ്ടവർക്ക് അറിയാം ആരെ അദ്ദേഹം പ്രണയിക്കും. തുടരും വേറെ, ഇത് വേറെ. അത് മാത്രമല്ല, ഇദ്ദേഹം എഴുതിയത് പ്രണയം ഉണ്ടാക്കി വെക്കുമോ, തിരിച്ച് വീട്ടിൽ പോകേണ്ടത്. അങ്ങനെ പ്രശ്നമുണ്ട്. പുള്ളിയുടെ കഥാപാത്രം ചെയ്യണം ആരാധകരും പറഞ്ഞ് അത് മുൻകൂർ ജാമ്യം എടുക്കുവാണ്. മുൻകൂർ ജാമ്യം എടുക്കുവാണ്. നല്ല കഥാപാത്രമാണ് അത്. അതല്ലേ. ബാക്കിയെല്ലാം എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റൂ. ബാക്കിയുള്ള അങ്ങ് പ്രണയിച്ചോട്ടെ അല്ലേ. എന്തായാലും ബുദ്ധി കൊള്ളാം. ഈ കുറേ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, അതിലേക്ക് വേണം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പുതിയ
പുതിയ ആളുകളെ അതൊരു ഇപ്പം നമുക്ക് പുതിയ ആളുകളുടെ സിനിമകളൊക്കെ ഹിറ്റ് ഈ ആളുകൾ വേണം. മലയാള സിനിമയിൽ ആൾ കുറവാണ്. അതുകൊണ്ട് 13 പേരെയാണ് ഞാൻ കൗമാരക്കാരായിട്ടുള്ള 13 പേർക്കാണ് അവസരം കൊടുത്തത്. അതിൽ ആരെങ്കിലും 1-2 പേര് ഭാഗ്യമുള്ളവരും കഴിവുള്ളവരും രക്ഷപ്പെട്ടു വരും എന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും. അല്ല പിള്ളേര് ഞാൻ എന്റെ ചെറുതിലത്തെ വേഷം ചെയ്ത പയ്യന്റെ പെർഫോമൻസ് ഞാൻ കണ്ടു. ഭയങ്കര രസമായിട്ടോ. എനിക്ക് ഭയങ്കര അവൻ നമ്മള് കുശുമ്പോട് കൂടി വീക്ഷിക്കുന്ന, കാരണം നമ്മളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു തോന്നുമ്പോൾ നമുക്കൊരു കുശുമ്പുണ്ടായിരുന്നു. അത്ര നന്നായിട്ട് അവൻ പെർഫോം ചെയ്യും, ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഭയങ്കര രസം. അവൻ്റെ ഒരു ഫൈറ്റും ഒരു ഇച്ചിരി വില്ലനാ, ഒരു ഇച്ചിരി വില്ലത്തരമുണ്ട്. അവൻ അതൊക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായ സീക്വൻസസ് ആണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.